ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ഓണസദ്യയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പച്ചക്കറികൾ നമ്മൾ ദിവസേന കഴിക്കുന്ന ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ അവിയൽ ഒരു പച്ചക്കറി സമൃദ്ധമായിട്ടുള്ളൊരു വിഭവം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഓണസദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ് അവിയൽ. അവിയൽ എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്കുമ്പോൾ ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗിയും പോവും, ടേസ്റ്റും പോവും. അപ്പോൾ നമ്മൾ എല്ലാം നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ക്യാരറ്റ് ഉണ്ട്, ചേനയുണ്ട്, ഇളവനുണ്ട്, നമ്മുടെ പയർ, 3 വിധം പയറുകളുണ്ട് കേട്ടോ. മുരിങ്ങക്കായ ഉണ്ട്, പച്ചക്കായ ഉണ്ട്. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഈ എല്ലാ പച്ചക്കറികളും കൂടെ നമുക്കൊന്ന് ആദ്യം വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ കുക്കറിലാണെങ്കിൽ എല്ലാ പച്ചക്കറികളും കൂടെ നമുക്ക് ഒരുമിച്ചിട്ടിട്ട് ഒരു വിസിലടിച്ചാൽ മതി. അപ്പോൾ പച്ചക്കറികൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പക്ഷേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ കഴുകി വെച്ച് വെള്ളത്തിൽ നിന്നാണ് ഇത് ഊറ്റിയിടുന്നത്. അതുകൊണ്ട് എന്തായാലും നമ്മുടെ പാത്രത്തിൻ്റെ അടിയിൽ വെന്ത് വരുമ്പോൾ വെള്ളം തീർച്ചയായിട്ടും കാണും. അത് നമ്മൾ അതിന് ശേഷം വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടുതലായിട്ട് വേണ്ട ഒരിത്തിരി മഞ്ഞൾപ്പൊടി, ഒരിത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് വെന്ത് വരട്ടെ. ഇനി നമ്മൾ അവിയലിലേക്കുള്ള തേങ്ങ അരപ്പ് തയ്യാറാക്കാം കേട്ടോ ആ സമയം കൊണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള തേങ്ങയുണ്ട്, മഞ്ഞളുണ്ട്, 2-3 പച്ചമുളകുണ്ട്, നല്ല ജീരകമുണ്ട്, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയുണ്ട്. ഇത്രയും സാധനങ്ങൾ ചതച്ചതാണ്. വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ മിക്സിയിലിട്ട് കറക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, ഉടയാതെ കിട്ടിയിട്ടുണ്ട് കഷ്ണങ്ങൾ. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു വിസിൽ അടിക്കാൻ നിന്നിട്ടില്ല. അതിൻ്റെ മുന്നേ 2-3 മിനിറ്റ് മുന്നേ തന്നെ ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് ആവി ഒന്ന് ചെറുതായിട്ട് കളഞ്ഞിട്ടുണ്ട്. കാരണം കഷ്ണം ഉടയാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാക്കൂട്ടിലേക്ക് കുറച്ച് തൈരും കറിവേപ്പിലയും ഉപ്പും എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കുകയാണ്. നമ്മുടെ ചതച്ച് വെച്ച വെളുത്തുള്ളി അതിലേക്ക് ഇട്ടിട്ട് ഇളക്കുകയാണ്. ഇനി നമ്മൾ ഈ തേങ്ങാക്കൂട്ട് നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുള്ള പച്ചക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം നല്ല ആഴത്തിൽ ഇളക്കരുത്. കാരണം കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കുക്കറിലാണല്ലോ വെച്ചത്. അടുപ്പത്ത് വെച്ചാൽ അങ്ങനെ കഷ്ണം ഉടഞ്ഞു പോവത്തില്ല. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചുകൊണ്ട് തന്നെ പതുക്കെ നമ്മൾ ഇത് ഇട്ട് കൊടുത്ത് തൈരും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഒഴിച്ചതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം ഇത് ഇളക്കണ്ട. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിനിലേക്ക് നമ്മളെ വീട്ടിലുള്ളതാകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റും സ്മെല്ലും എല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ സദ്യയുടെ കൂടെ കഴിക്കാനുള്ള നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഉടയാതെ കിട്ടിയത് കുക്കറിൽ നിന്ന് ഞാനത് ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് അരപ്പൊക്കെ ചേർത്തിട്ടുള്ളത്. അങ്ങനത്തെ നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ റെഡിയായി കഴിഞ്ഞു.